തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയ സംഭവത്തിൽ വിവാദങ്ങളും ചർച്ചകളും ഒഴിയുന്നില്ല. ഇപ്പോൾ വൈഎസ്ആർ കോൺഗ്രസ് അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ ജഗൻമോഹൻ റെഡ്ഡിയുടെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു വീണ്ടും രംഗത്ത്. തിരുപ്പതി തിരുമല ക്ഷേത്രത്തിൽ ദർശനം നടത്താനുള്ള തീരുമാനം TDP രാഷ്ട്രീയവൽക്കരിച്ചുവെന്നും അതിനാൽ ക്ഷേത്രത്തിനകത്തേക്കില്ല എന്നുമായിരുന്നു ജഗന്റെ പരാമർശം. തിരുപ്പതി ക്ഷേത്രത്തിൽ പ്രവേശിക്കും മുൻപ് ഭഗവാന്റെ വിശ്വാസിയാണ് എന്ന് സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട്. എന്നാൽ ഈ യാഥാർത്ഥ്യം മറച്ചുവെച്ച് ജഗൻമോഹൻ റെഡ്ഡി നുണകൾ പ്രചരിപ്പിക്കുകയാണ് എന്നും ചന്ദ്രബാബു നായിഡു പറഞ്ഞു. TDPക്കെതിരെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത നുണക്കഥകളാണ് ജഗൻമോഹൻ റെഡ്ഡി പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേപോലെ തിരുപ്പതി തിരുമല ദേവസ്ഥാനത്തിന് മതം നോക്കാതെ തന്നെ ഓരോ വ്യക്തികളെയും ബഹുമാനിക്കുന്ന നിയമാവലിയുണ്ട്. അതുകൊണ്ട് തന്നെ ജഗൻമോഹനോട് ആരും ക്ഷേത്ര ദർശനം നടത്തരുത് എന്ന് പറഞ്ഞിട്ടില്ല. അടുത്തിടെ ഉണ്ടായ പ്രശ്നങ്ങളിൽ ഹിന്ദു വികാരം വ്രണപ്പെട്ടു. ആയതിനാലാണ് ജഗൻ ക്ഷേത്രത്തിലെത്തിയാൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് വിശ്വാസികൾ പറഞ്ഞത്. പിന്നെ ഒരു പ്രശ്നം നടക്കുമ്പോൾ അവിടെ സമാധാനം സംരക്ഷിക്കേണ്ടത് പോലീസിന്റെ കടമയാണ്. എന്തിനാണ് ഈ വിഷയത്തിൽ ജഗൻമോഹൻ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എല്ലാ മതങ്ങൾക്കും അവരുടേതായ വിശ്വാസങ്ങളും പാരമ്പര്യവുമുണ്ട്. മുൻപ് പലപ്പോഴും ജഗൻമോഹൻ തിരുപ്പതിയിലെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ട്. ഇനിയും അത് തുടരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതൊരിക്കലും ന്യായമായ ഒന്നല്ല എന്നും ചന്ദ്രബാബു നായിഡു പറഞ്ഞു. നിങ്ങൾ വീട്ടിൽ ബൈബിൾ വായിക്കുമെന്നും മറ്റു മതങ്ങളെ ബഹുമാനിക്കുമെന്നും പറയുമ്പോൾ തന്നെ ഒരു ഹിന്ദു എന്ന നിലയിൽ തിരുപ്പതി തിരുമല ദേവസ്ഥാനത്തിന്റെ ചട്ടങ്ങൾ പാലിക്കേണ്ടതും അത്യാവശ്യമാണ്. ഞാനൊരു മോസ്കോ പള്ളിയോ സന്ദർശിച്ചാൽ അവരുടെ പാരമ്പര്യങ്ങളെയും വിശ്വാസങ്ങളെയും ബഹുമാനിച്ചുകൊണ്ടായിരിക്കണം അവിടെ പോകേണ്ടതെന്നും ചന്ദ്രബാബു നായിഡു പറഞ്ഞു. അതേസമയം ഇനി മുതൽ തിരുപ്പതി ദേവസ്ഥാനത്ത് ഭരണം നടത്താൻ സനാതന വിശ്വാസികൾ മാത്രം മതിയെന്ന് ചന്ദ്രബാബു നായിഡു ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് ചേർത്തതുപോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാൻ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെ മാത്രമേ ക്ഷേത്രഭരണത്തിൽ നിയമിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. YSRPയുടെ ജഗൻമോഹൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരിക്കൽ തിരുപ്പതി ദേവസ്ഥാനം ചെയർമാന്റെ ഭാര്യ ക്ഷേത്രത്തിലേക്ക് ബൈബിൾ കൊണ്ടുവന്നു എന്നും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പറഞ്ഞു. തിരുപ്പതി ദേവസ്ഥാനം ചെയർമാനായ YV സുബ്ബയ്യ റെഡ്ഡിയുടെ ഭാര്യയാണ് ബൈബിൾ ക്ഷേത്രത്തിനകത്ത് കടത്തിയത്. തിരുപ്പതിയിലെ പ്രസാദ ലഡുവിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയും ഉപയോഗിച്ചതായി കണ്ടെത്തിയതോടെ വൻ വിവാദം ഉയർന്നിരിക്കുകയാണ്. YSRPയുടെ മുഖ്യമന്ത്രിയായി ജഗൻമോഹൻ ഭരിക്കുമ്പോഴാണ് ഈ അഴിമതി നടന്നതെന്ന് ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു. ഇതോടെ ചന്ദ്രബാബു നായിഡു സർക്കാർ കർശനമായ നടപടികൾ കൈക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയന്ത്രണങ്ങളും ചട്ടങ്ങളും. അതേപോലെ ഇനി മുതൽ ക്ഷേത്രങ്ങളിൽ മധുര പലഹാരങ്ങൾ വേണ്ട എന്നും പകരം പഴങ്ങളും ഫലവർഗ്ഗങ്ങളും മതിയെന്ന് നിർണായക തീരുമാനമെടുത്ത് മധുര ക്ഷേത്രം രംഗത്ത് വന്നിരുന്നു. അയോധ്യ, പ്രയാഗ്രാജ്, മധുര എന്നിവിടങ്ങളിലെ വലിയ ക്ഷേത്രങ്ങളിലെ പ്രസാദ സമ്പ്രദായത്തിലും നിയമങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ഏജൻസികളിൽ നിന്ന് പ്രസാദം വാങ്ങുന്നത് നിരോധിക്കണമെന്ന് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതൻ പറഞ്ഞിരുന്നു. അതോടെ മധുര പലഹാരങ്ങൾക്ക് പകരം പഴങ്ങളും പൂക്കളും സ്വീകരിക്കാൻ മധുര ക്ഷേത്രം തീരുമാനിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.